ആയിട്ട് നമ്മൾ നോക്കുന്നത് ORM ആണ്. ORM എന്താണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ്. നമ്മൾ ജാങ്കോയ്ക്കകത്ത് യൂസ് ചെയ്യുന്നത് ORM ടെക്നിക്കാണ്. ORM ടെക്നിക്ക് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ടൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മാനറിലായിരിക്കും നമ്മൾ ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഒബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മളുടെ ടേബിളിൻ്റെ ഫീൽഡ്സ് ആട്രിബ്യൂട്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോർമൽ SQL ക്വറി ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനോ ജോയിൻ ചെയ്യാനോ ഒക്കെ ആയിട്ടുള്ള SQL ക്വറി യൂസ് ചെയ്യാതെ നമുക്ക് ഫാസ്റ്റായിട്ട് എറർ ഒന്നും വരാണ്ട് ഇപ്പം നമ്മളൊരു ക്വറി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ചെറിയൊരു ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ അല്ലെങ്കിൽ സ്പേസോ കോഡ്സോ എന്തെങ്കിലും ഒന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എറർ അടിക്കും. ഇത് എററൊന്നും ഇല്ലാണ്ട് എത്ര ഫാസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ORM ടെക്നിക്ക് നമ്മൾ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മെയിനായിട്ട് എന്താണ്, നമ്മൾ SQL കോഡ് യൂസ് ചെയ്യാതെ നമുക്കൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു റിലേഷണൽ ഡേറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണൊരു ORMൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ ORM നമ്മൾ ഒബ്ജക്റ്റ് റിലേഷൻ മാപ്പിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന നോർമൽ SQL വെച്ചിട്ട് എന്തായിരിക്കും ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ടേബിൾ ID ഒക്കെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ എന്താണ് ഡേറ്റ ടൈപ്പ് സൈസ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഡേറ്റാബേസിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം അതിനകത്ത് ഈ കൊറിക്കകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ ഇപ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊരു കൊറി ആയിരിക്കാം, ഡിലീറ്റ് ചെയ്യാനൊരു കൊറി ആയിരിക്കാം. ഇപ്പം നമുക്ക് നമ്മളുടെ ഡേറ്റാബേസ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അതിനൊരു കൊറി, അല്ലെങ്കിൽ നമുക്കൊരു കണക്ഷൻ എന്തെങ്കിലും ഇപ്പം ഒരു കണ്ടീഷൻ വെച്ച് ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൊറി, ഇങ്ങനെ നമുക്ക് ഓരോന്നിനും ഓരോ കൊറി എഴുതേണ്ട ആവശ്യം വരും. അപ്പോൾ ആ കൊറിക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും, അല്ലെങ്കിൽ കൊറി എഴുതാനുള്ള സമയമെല്ലാം പോകും ഇല്ലേ. അങ്ങനെ വരുന്നതിന് പകരമാണ് നമ്മൾ ഈ ORM ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ്. ഇതാണ് നമ്മളുടെ ജാങ്കോയ്ക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. നമ്മളുടെ ഡേറ്റാബേസിലെ ടേബിൾസ് ഫീൽഡും എല്ലാം ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ models.py ക്ലാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ടുമാണ് ഫീൽഡുകൾ പറയുന്നത്. ക്ലാസ് യൂസ് ചെയ്ത് നമ്മൾ ടേബിൾ നെയിം ക്രിയേറ്റ് ചെയ്യുന്നു, അതിനകത്ത് ഓരോ ഫീൽഡുകൾ നമ്മൾ ഒബ്ജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് തന്നെ നമ്മൾ എന്താണ് ക്യാർ ഫീൽഡാണോ ഇമേജ് ഫീൽഡാണോ ഇൻറ്റീജർ ഫീൽഡാണോ അതിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് കൊറി എഴുതിയുള്ള ഒരു സമയം അവിടെ നമുക്ക് ലാഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജാങ്കോയ്ക്കകത്ത് എന്താണ് ORM ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് റിലേഷണൽ, നമ്മൾ റിലേഷണൽ ഡേറ്റാബേസുമായിട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് എന്താണ് ഇൻട്രാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മളുടെ റിലേഷണൽ ഡേറ്റാബേസ് എന്തായിരിക്കാം, MySQL PostgreSQL എന്തെങ്കിലും ആയിരിക്കാം നമ്മളുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ ജാങ്കോ യൂസ് ചെയ്യുമ്പം നമ്മൾ സെറ്റിങ്സിൽ ഡേറ്റാബേസ് ഏതാണെന്നുള്ളത് ഡിഫോൾട്ടായിട്ട് SQL ആയിട്ടുണ്ട്. ഇല്ലാതെ നമുക്ക് എക്സ്ട്രാ ഏതെങ്കിലും ഡേറ്റാബേസ് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു കണക്ഷൻ പറഞ്ഞു കൊടുത്തിട്ട് ജസ്റ്റ് മോഡൽസിൽ നമ്മൾ ആ ടേബിളും ഫീൽഡുകളും മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അവിടെ ഡേറ്റാബേസിൽ ഡേറ്റാസ് എല്ലാം ക്രിയേറ്റ് ആവാൻ വേണ്ടി, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ കൊറി വിത്തൗട്ട് കൊറിയാണ് നമ്മളിവിടെ ഡേറ്റാബേസിൽ ക്രിയേഷൻ നടക്കുന്നത്. ജസ്റ്റ് നമ്മൾ പൈതൺ ഒബ്ജക്ട്സ് വെച്ചിട്ട് നമുക്ക് എത്ര ടേബിൾ വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും.